അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. പല സ്ഥലങ്ങളിലും പല വേദികളിലും ഞാൻ ചെന്നപ്പോഴൊക്കെ ഞാൻ ഓയൂരുകാരനാണ് പറയുന്നത്. ഞാൻ ഒത്തിരി സ്ഥലങ്ങളൊക്കെ പോകാറുണ്ട്. കേരളത്തിൽ അങ്ങേറ്റം വരെ ഇങ്ങേറ്റം വരെ പോകാറുണ്ട്. പോകേണ്ട കാരണങ്ങളൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ അപ്പോഴൊക്കെ പറയുമ്പോൾ പണ്ട് വെളുങ്ങല്ലൂർ വസന്തകുമാരി എന്ന് പറയുന്ന ഒരു കാതിക ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ചേച്ചിയപ്പോഴേ കാണുമ്പോൾ സങ്കടമുണ്ട്. എൻ്റെ പെങ്ങൾ തന്നെയാണ് അവർ. പക്ഷെ അവരൊരു സമയത്ത് ഞാൻ തൃശ്ശൂർ ചെന്ന് നിന്ന സമയത്ത് ഞാൻ ഓയൂരുകാരെന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ആർക്കും അറിയത്തില്ല. പക്ഷെ ഞാൻ വെളുങ്ങല്ലൂരുകാരനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പ്രൗഢിനി അവർ ചോദിച്ചു. 35 വർഷത്തിന് മുമ്പുള്ള കാര്യം. അന്ന് സ്വർണ്ണം എടുക്കാൻ തൃശ്ശൂർ പോയപ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. ഉള്ള സത്യമാണ് പറയുന്നത്. തൃശ്ശൂർ സ്വർണ്ണം എടുക്കാൻ പോയ സമയത്ത് ഞാൻ അന്ന് അവിടെ ഉണ്ടായ ഒരു അനുഭവമാണ്. അപ്പം വെളുങ്ങല്ലൂരിൽ കാർത്തിക ഉണ്ടല്ലോ, അവരെ പേര് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ആ വെളുങ്ങല്ലൂരിൻ്റെ പവിത്രത കൊണ്ടുവരാൻ അവർ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പലരും അത് സാന്ദർഭികമായിട്ട് മറന്നു പോകുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ട്. പക്ഷെ അങ്ങനെ മറക്കാതിരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ മീഡിയയിലൂടെയും സാധ്യമാകുന്ന മേഖലകളിലൂടെയും ഒക്കെ ഈ ഹരികുമാർ ഈ അമ്പലത്തിന്റെ പവിത്രതയെ ഉയർത്തിപ്പിടിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം കണ്ടിട്ടുണ്ട്. തർക്കമില്ലാത്ത കാര്യം. കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെടുന്ന എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എത്രമാത്രം പരസ്യം ചെയ്യുന്നുവോ അത്രമാത്രം ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പ്രവണതയാണ്. പ്രത്യേകിച്ച് സ്വർണ്ണക്കടയുടെ കാര്യം പറയേണ്ടത്. നിങ്ങൾ വരും നിങ്ങളെ മനസ്സിനെയും നിങ്ങളെ ഒക്കെ ആകർഷിച്ച് അവിടെ കൊണ്ടുവന്ന് നിങ്ങളെ നിന്നുള്ള കാശ് ഞാനും മേടിച്ച് അതിൻ്റെ ഒരു പങ്ക് നിങ്ങൾക്ക് തന്ന് അങ്ങനത്തെ ഒരു പങ്ക് അമ്പലത്തിൽ കൊടുത്ത് പാവപ്പെട്ടവർക്കും കൊടുത്ത് രോഗികൾക്കും കൊടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്ന പ്രവണതയാണ് പ്രത്യേകിച്ച് എനിക്കുള്ളത്. പക്ഷെ മാക്സിമം അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ മീഡിയയിലൂടെ ഇറങ്ങി ചെന്നല്ലാതെ പറ്റത്തില്ല. ഞാനും എൻ്റെ സഹോദരങ്ങളായ നിങ്ങൾ ഓരോരുത്തരും ഈ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടൊക്കെ ഇരുന്ന് അഭിപ്രായങ്ങൾ പറയുകയും പ്രകീർത്തിക്കുകയൊക്കെ ചെയ്താലൊന്നും അത് ജനങ്ങളിലേക്ക് എത്തത്തില്ല. അത് ഏറ്റവും ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. സർവേശ്വരന്റെ അനുഗ്രഹത്താൽ വീണ്ടും നമ്മുടെ അമ്പലത്തിനെയും നമ്മുടെ സമീപവാസികളായ ഇത്രയും സാഹോദര്യം നിലനിർത്താൻ വേണ്ടി കാണിക്കുന്ന ഈ ഒരു നിശ്ചയദാർഢ്യം എല്ലാ സഹോദരങ്ങളെയും എല്ലാ മതങ്ങളെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയുന്ന ഒരു നല്ല ടീം ഈ അമ്പലത്തിന്റെ പ്രവർത്തനത്തിലുണ്ട്. അതിൽ അങ്ങേയറ്റം ശ്ലാഘനീയമായി എനിക്ക് എടുത്തു പറയാനുള്ള കുറച്ച് പേരുണ്ട്. പേരെടുത്ത് പറയുമ്പോഴത്തേക്ക് മറ്റുള്ള ആളുടെ പ്രകീർത്തിച്ചില്ല എന്നുള്ളൊരു വിദ്വേഷം വരും. അതൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് സാഹോദര്യം, നമുക്ക് വേണ്ടത് നന്മ, നമുക്ക് വേണ്ടുന്നത് ഉത്തമമായ സൗഹാർദ്ദത്തോടെയുള്ള ഒരു പ്രയാണം. ഇന്ന് യഥാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് ഈ മാസത്തിന്റെ പവിത്രതകളെ പറ്റി പറയാനാണ്. കൃത്യമായി പറഞ്ഞാൽ കർക്കിടക മാസം അനുഗ്രഹങ്ങളുടെ മാസമാണെന്ന് എൻ്റെ പ്രിയ ജ്യേഷ്ഠ സഹോദരൻ വളരെ സവിസ്തരമായി ഇവിടെ പറഞ്ഞു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് സ്വർണ്ണക്കട കച്ചവടക്കാരന് കർക്കിടക മാസത്തിൽ കൈനീട്ടവും മികത്തില്ല. ഉള്ള